ജൂതന്മാർ ഉസൈർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? പറഞ്ഞു. ജൂതന്മാർ ഉസൈർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? പറഞ്ഞു. പാസ്. അല്ല. പറഞ്ഞു. അല്ല. ഈസാ നബിയാണ് ആര് ജൂതന്മാർ ഉസൈർ എന്ന് വിളിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിയർപ്പ് സുഗന്ധദ്രവ്യമായി ശേഖരിച്ചിരുന്നത് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിയർപ്പ് സുഗന്ധദ്രവ്യമായി ശേഖരിച്ചിരുന്നത് ആര്? പറഞ്ഞോ. അല്ല. പറഞ്ഞോ. പറഞ്ഞോ. അല്ല. ഒരു വ്യക്തി, ഒരു പേര്, ഒരു പെണ്ണുങ്ങൾ. പറഞ്ഞോ. അറിയോ? ആ പറഞ്ഞോ. അപ്പോൾ പറയുന്ന ആർക്കും അറിയുന്നില്ല. ഉമ്മു സൽമാ റളിയല്ലാഹു അൻഹയാണ്. ആയില്ലേ? ആ അതാ. ഇനി മൂന്നാമത്തെ ചോദ്യം. വേഗം ഇവിടെ ഇനി മൂന്നാമത്തെ ചോദ്യം. കിബിലയിലേക്ക് പുറംതിരിഞ്ഞ് ചെയ്യുന്ന അമൽ ഏത്? കിബിലയിലേക്ക് പുറംതിരിഞ്ഞ് ചെയ്യുന്ന അമൽ ഏത്? നീ ഒരിക്കത് ആർക്ക് വരുന്നില്ലേ? പറഞ്ഞോ. കിബിലയിലേക്ക് പുറംതിരിഞ്ഞ് ചെയ്യുന്ന അമൽ ഏത്? അല്ല. ആർക്കും അറിയില്ലേ? ജുമയിലെ കുത്തുബ. കാണുക. അറിയോ? അങ്ങനെ അത് ഒന്നത്. ആയാ. നാലാമത്തെ ചോദ്യം. ആദം നബി അവ്വാബിക്ക് കൊടുത്ത മഹർ എന്ത്? ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞ. പറഞ്ഞോ. ആദം നബി അവ്വാബിക്ക് കൊടുത്ത മഹർ എന്ത്? അല്ല. ഏടക്ക് വരുന്നത് എന്നും ചെയ്യും. ആദം നബി അവ്വാബിക്ക് കൊടുത്ത മഹർ എന്ത്? പറഞ്ഞോ. ആ ചെല്ലു. മൂന്ന് എന്ത്? ചെല്ലു. എന്ത് മൂന്ന്? എന്ത് വേണ്ട? നേരെ അറിയാം. മൂന്ന് എന്ത്? അറിയോ? ആയിരിക്കും അറിയാലേ? ഓക്കെ. 3 സലാത്ത് നബി തങ്ങളുടെ സലാത്താണ്. അതിൻ്റെ കഥ ആർക്കും അറിയോ? ആയാ തീർന്നാ? ലാസ്റ്റ് ചോദ്യം ഇത് അല്ലേ? ഓക്കെ. എല്ലാവരുടെയും മൗത്തിനെ പിടിക്കുന്നത് ആര്? അസ്രായിൽ. നീ പറഞ്ഞ നീ ഇവിടുന്ന് വരുന്നത് എല്ലാവരുടെയും മൗത്തിനെ പിടിക്കുന്നത് അസ്രായിൽ. അസ്രായിലിൻ്റെ മൗത്തിനെ പിടിക്കുന്നത് ആര്? പറഞ്ഞോ. എല്ലാവരും മൗത്തിനെ പിടിക്കുന്ന അസ്രായിൽ. അസ്രായിലിൻ്റെ മൗത്തിനെ പിടിക്കുന്നത് ആര്? പറഞ്ഞോ. അല്ല. അത് അതിൻ്റെ കഥ എങ്ങനെയത്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവസാനം അസ്രായിൽ തന്നെ ആരെ പിടിക്കുന്നത്? അസ്രായിലിൻ്റെ മൗത്തിനെ പിടിക്കുന്നത്.